ദിലീപിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര കാലത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻറ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു വലിയൊരു കാറ്റടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാറ്റടിക്കില്ല എന്നാണ് ഈ പ്രേക്ഷകന്റെ ഒരു ഗസിങ്. ഇപ്പോൾ ആദ്യം ഈ ഏറ്റവും ഒടുവിലത്തെ ശതമാനം 77.69 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള കണക്ക്. 77.69. ഇനി SKന്റെ ആ ചോദ്യത്തിലേക്ക് വരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് അങ്ങനെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ ഭരണം അല്ല, അദ്ദേഹത്തിന് നിരീക്ഷണം മനസ്സിലായോ? എല്ലാ സ്ഥലത്തും പോളിംഗ് അപ്പൊ അതൊരു ട്രെൻഡാണ്. അതുകൊണ്ട് ഇതൊരു ഭരണത്തിലാണെങ്കിൽ ഭരണമാറ്റം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് ഹാഷ്മി പറയുന്നത്. അതായത് ഇപ്പൊ ഈ കൂടിയിട്ടുള്ള 80% കൂടിയിട്ടുള്ള 8 മണ്ഡലങ്ങൾ, അത് കഴിഞ്ഞ തവണയും ഈ 80% മേൽ പോയിട്ടുള്ള മണ്ഡലങ്ങളാണ്. കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിൽ, ചിറ്റൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിൽ. അതൊന്ന്. രണ്ട്, നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു കണക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ആ അടിയൊഴുക്കുണ്ടെങ്കിൽ അത് കേരളം മുഴുവൻ ഈ വോട്ടർമാർക്കിടയിലുള്ള അത്തരം ഒരു വികാരം, അതായത് സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടെങ്കിൽ, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മഞ്ചേശ്വരം വരെ, പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മണ്ഡലങ്ങളിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമുക്ക് അതുകൊണ്ടാണ് ഇതിന് പുറത്തുള്ള ഈ ശതമാനക്കണക്ക് വെച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ വോട്ടർമാർക്ക് അങ്ങനെ അവരുടെ മനസ്സിൽ കേരളം മുഴുവൻ അങ്ങനെ ഒരു തരംഗമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവും